ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഡ്രീം കാച്ചർ. നമ്മൾ ഡ്രീം കാച്ചർ എന്ന് പറയുന്നത് നമ്മളെല്ലാ വീടുകളിലും തൂക്കിയിട്ടേക്കുന്ന തൂവൽ പോലെ അടിക്കുന്ന ഒരു സാധനം വണ്ടികളിൽ തൂക്കാറുണ്ട്, എല്ലാം തൂക്കാറുണ്ട്. അതിനെക്കുറിച്ചൊരു ടിപ്സാണ് പറയുന്നത്. അതിനു മുമ്പ് നാളെ പൊങ്കാലിടാനും മറക്കരുത്. രാവിലെ പൊങ്കാലയെക്കുറിച്ചും ഇതിനെക്കുറിച്ചും വിശദമായിട്ട് പറഞ്ഞു തരാം. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവമഠ കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ് ഷുയി ഡയറക്ടറുമാണ്. കുബേരപൂജ കഴിഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞതിന് ഓടി ഒന്ന് ഷൂട്ട് ചെയ്യാണ്. കാരണം നാളെ രാവിലെ പൊങ്കാലയിടാണ്ട് എല്ലാവർക്കും 3:45 പൊങ്കാലയിടാനുള്ളതാണ്. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് വന്നിട്ടുള്ളത്. നമുക്ക് വിഷയത്തിലൂടെ കിടക്കാം. നിങ്ങളുടെ നാളെയും മറ്റന്നാളും 2024 ഡിസംബർ മാസം 22-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, ധനുമാസം 7-ാം തീയതി ഞായറാഴ്ച. നാളെ സൂര്യോദയം രാവിലെ 6:35 സൂര്യോദയം, വൈകുന്നേരം 6:05 സൂര്യാസ്തമയമാണ്. രാഹുകാലം 4:37 6:03 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 11:57 12:18 മധ്യയാണ്. മുഹൂർത്തം 12:22 12:22 12:43 മധ്യയാണ്. അതേപോലെ തന്നെ യമകണ്ഠ സമയം 12:19 1:45 മധ്യയാണ്. ഗുളികൻ ഉദയം 3:11 4:37 മധ്യയാണ്. ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം. ഉത്രം നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. വിവാഹം, ഉപനയനം മുതലായ എല്ലാ കർമ്മങ്ങൾക്കും, വാസ്തുകർമ്മങ്ങൾക്കും, എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ലൊരു ദിവസം കൂടിയാണ്. യാത്രയ്ക്കും അതേപോലെ വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും വസ്തുക്കൾ വാങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. സ്വർണം ഒക്കെ വാങ്ങുവാനും ചെമ്പ് വാങ്ങുവാനും അത് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ്. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും കിരീടധാരണവും അതേപോലെ തന്നെ പ്രതിഷ്ഠയ്ക്കും ഒക്കെ നല്ലൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. ഞായറാഴ്ച അത്യുത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. നമുക്ക് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നോക്കാം. നിങ്ങൾ ഏതെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് കൃത്യസമയം നോക്കിയിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ഞായറാഴ്ചത്തെ ദിവസം. നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടദോഷം, അസുഭജദോഷം, കരിനാൾ ദോഷം, പെരുന്നക്ഷദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട്. നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം. നമുക്ക് അടുത്ത ദിവസത്തെയും കൂടെ നോക്കാം. 2024 ഡിസംബർ മാസം 23-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, ധനു 8 തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:35 സൂര്യോദയം, വൈകുന്നേരം 6:06 സൂര്യാസ്തമയമാണ്. രാഹുകാലം 8:01 9:27 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 11:57 12:18 മധ്യയാണ്. മുഹൂർത്തം 12:22 12:43 മധ്യയാണ്. യമകണ്ഠ സമയം 10:53 12:19 മധ്യയാണ്. ഗുളികൻ ഉദയം 1:45 3:11 മധ്യയാണ്. ദിവസത്തെക്കുറിച്ച് നോക്കാം. നക്ഷത്രം ഒരു ചെറിയൊരു വ്യത്യാസം ഇവിടെ വന്നു. ഉത്തരത്തിന് 2 പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. കാരണം കുറച്ച് ഇതാണ് വന്നിട്ടുള്ളത്. അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രത്തിൻ്റെ കുഴപ്പമില്ല, നല്ലൊരു ഇതായിട്ടാണ് കാണുന്നത്. ഉത്തരവും കുറച്ച് ഭാഗം ഉത്തരവുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. യുദ്ധത്തിനും ഈ എല്ലാം കൊള്ളാമെന്നുള്ള എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. കൃഷിപ്പണി, ഗൃഹാരംഭം, ഗ്രഹങ്ങൾക്ക് ആവശ്യമായ മണ്ണൊരുക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. യാത്രയ്ക്കും വിദ്യാരംഭത്തിനും വിവാഹത്തിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും നല്ല ഒരു ദിവസം കൂടിയാണ്. നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. പിണ്ടദോഷം, അസുഭജദോഷം, കരിനാൾ ദോഷം, ബലിദോഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷം, ഈ 2 ദിവസം ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അതിന് അകന്നാൾ ദോഷമുണ്ട്. അപ്പം ഓരോ ദിവസവും അതിൻ്റെ രീതിയിൽ കൃത്യമായിട്ട് സമയങ്ങളൊക്കെ നോക്കി നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഉത്തമമായിട്ടുള്ളൊരു ഇതാണ് നമുക്ക് കാണുന്നത്. അപ്പം ആ രീതി അനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം. മാത്രമല്ല ഈ 2 ദിവസവും തിങ്കളാഴ്ചയും ഞായറാഴ്ചയും നമ്മുടെ വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കുവാൻ, നമ്മുടെ വീട്ടിൻ്റെ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നാരങ്ങ വിളക്ക് കത്തിക്കുവാൻ പറ്റിയിട്ടുള്ള ദിവസമാണ്. കാരണം രാഹുകാല സമയത്ത് ഞായറാഴ്ച വൈകുന്നേരവും തിങ്കളാഴ്ച രാവിലെയും നമ്മുടെ വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ആ എനർജി, അതായത് നമ്മൾ അന്തരീക്ഷത്തെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും. അത്രയും പവർഫുള്ളാണ്, അത്രയും എനർജറ്റിക്കാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം 1 3 അതേപോലെ 5 7 9 എന്നീ ഒറ്റ സംഖ്യയിലാണ് നാരങ്ങ കത്തിക്കേണ്ടത് രാഹുകാല സമയത്ത്. അല്ലെങ്കിൽ നമുക്ക് ജാതകത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, രാഹുവിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാഗപ്രതിഷ്ഠയുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ചെന്ന് നാഗരുടെ മുന്നിൽ നാരങ്ങ വിളക്ക് കത്തിക്കുമ്പോൾ രാഹുദോഷ പരിഹാരത്തിനുണ്ടാവും, കുറേ നല്ലതാണ്. പക്ഷേ ഈ വീടുകളിൽ നമ്മൾ നാരങ്ങ വിളക്ക് കത്തിക്കുന്ന ഈ സമയത്ത് കത്തിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ എനർജി ലെവൽ നമുക്കൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും, പ്യൂരിഫൈ ചെയ്യാൻ പറ്റും. അത്രയും പവർഫുള്ളാണ്. മാത്രമല്ല ഇന്ന് വൈകുന്നേരം, ഇന്ന് ശനിയാഴ്ച, ഇന്ന് വൈകുന്നേരം നിങ്ങൾ വീട്ടിൽ നീരാഞ്ജനം കത്തിക്കാൻ മറക്കരുത്. എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നത് പോലെയാണ് നീരാഞ്ജനം എള്ള് ഇട്ട് നീരാഞ്ജനം കത്തിക്കുക. അല്ലെങ്കിൽ ഒന്നും എള്ള് കിട്ടിയില്ലെങ്കിൽ ഒരു തേങ്ങ എടുത്ത് 2ആയിട്ട് പൊട്ടിച്ചിട്ട് അതിനകത്ത് നെയ്യ് ഒഴിച്ചിട്ട് വെറും തിരി വെച്ച് കത്തിച്ചാലും മതി. അത്ര ഐശ്വര്യമാണ് ശനിയാഴ്ച ദിവസം നീരാഞ്ജനം കത്തിക്കുന്നതിനൊക്കെ ചെയ്യുന്നത്. ഏറ്റവും നല്ലതാണ്. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കൊണ്ടുപോകുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നൊന്ന് വിളിച്ച് പറഞ്ഞാൽ ഞാൻ അതിനെ കൃത്യമായി തരാം. പിന്നെ പൊങ്കാലയെക്കുറിച്ച് പറഞ്ഞു. നമുക്ക്
പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയുടെ നാളത്തെ ദിവസം, നാളെ രാവിലെ നമുക്ക് ആ പൊങ്കാലയുടെ ഉണ്ടാണ്. കാരണം ഏതെങ്കിലും ഒരു കാര്യം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പൊങ്കാലയുടെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമുക്കൊരു ജോലിക്ക് വേണമെങ്കിൽ ജോലിയാണ്, വിവാഹമാണെങ്കിൽ വിവാഹം, ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റാണ് നമുക്ക് എൻ്റെ റിസൾട്ട്. 7 പൊങ്കാലയാണ് നമ്മൾ ഇടേണ്ടത്. അതായത് പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച, കഴിഞ്ഞ ഞായറാഴ്ച പൗർണമി ആയിരുന്നു. അപ്പോൾ ഈ ഞായറാഴ്ച നമ്മൾ പൊങ്കാല ഇടുന്നത്. പൊങ്കാല ഇടേണ്ട സമയം എന്ന് പറയുമ്പോൾ അതിരാവിലെയാണ്. വെളുപ്പാങ്കാലത്ത് 3:45 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഏകദേശം 5-5:30 ആകുമ്പോൾ തീർത്തിരിക്കണം. പൊങ്കാല ഇടേണ്ട രീതി എന്ന് പറയുന്നത് രാവിലെ മുതൽ ആ 5:30 വരെയാണ്. സൂര്യൻ ഉദിക്കുന്ന മുമ്പ് പൊങ്കാലിട്ട് തീർത്തിരിക്കണം. മാത്രമല്ല ഈ പൊങ്കാല ഇടുമ്പോൾ അരി, ശർക്കര, തേങ്ങ, നെയ്യ്, പഴം, ഈ 5 ഐറ്റം മാത്രമേ ചേർക്കാവൂ. അരി, ശർക്കര, തേങ്ങ, നെയ്യ്, പഴം, ഈ 5 ഐറ്റം മാത്രം ചേർത്തുകൊണ്ടാണ് ഈ പൊങ്കാല ഇടാൻ. ഏലക്കയോ മുന്തിരി അങ്ങനെ ഒന്നും ചേർക്കരുത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഈ ചെയ്യുന്ന രീതിയിൽ നിന്ന് കുളിച്ച് ഫ്രഷായിട്ടുള്ള ഡ്രസ്സുകളായിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഒരു ഈറൻ ഉടുത്തുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. ഈറൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും നനഞ്ഞൊരു തുണി കൂടെ നമ്മൾ മുകളിലോട്ട് ഉടുക്കുക. ഈ തുണി ഉണങ്ങുന്നതിന് മുന്നേ നമ്മൾ പൊങ്കാലിട്ട് തീർക്കണം എന്നാണ് പറയാറ്. അല്ലെങ്കിൽ ഒരു കാര്യം ഇപ്പം നിങ്ങൾക്കൊരു ജോലിയാണ് ആവശ്യമെങ്കിൽ ആ ഒരു ജോലി മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ ചെയ്യുക. 7 പൊങ്കാല, 7 മാസം കൊണ്ട് 7 പൊങ്കാല ഇടുന്നത് ഒരു 5 ആകുമ്പോൾ തന്നെ നിങ്ങളുടെ കാര്യം സാധിച്ചിരിക്കുക. എന്നാലും മറക്കരുത്, ബാക്കി കൊണ്ടിട്ട് തീർക്കണം. സമയം ഇതാണ്. ഇതെങ്ങനെയാണെന്ന് നമ്മൾ നിവേദിക്കുകയെന്ന് വെച്ചാൽ, പൊങ്കാല ഇടുമ്പോൾ നമുക്ക് ഒരു വിളക്ക് കത്തിച്ചെടുത്ത് വെച്ചേക്കുക, ഒരു കിണ്ടിയിൽ കുറച്ച് വെള്ളം നിറച്ച് വയ്ക്കുക, പറ്റുമെങ്കിൽ ഗണപതി സങ്കല്പത്തിന് എന്തെങ്കിലും ഒന്ന് വയ്ക്കുക. എന്നതിന് ശേഷം ഇത് നിവേദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒരു കുഞ്ഞ് വന്ന് നിൽക്കുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മൾ അത് നിവേദിക്കേണ്ടത്. അതായത് ഇത് പായസം വെന്തിട്ടെടുത്ത് തറയിൽ ഇറക്കി വയ്ക്കുക. എന്നതിന് ശേഷം ഫ്രണ്ടിൽ ഒരു കുഞ്ഞ് വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ വാരി നമ്മുടെ കയ്യിൽ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത് പോലെ ഇങ്ങനെ കൈക്കകത്ത് വെച്ച് ഇങ്ങനെ തള്ളി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് പോലെ ഒരു 3 പ്രാവശ്യം കൊടുക്കുക. 3 പ്രാവശ്യം കൊടുക്കുമ്പോൾ വാരി കൊടുക്കരുത്, കൈ പൊള്ളും. ഇമാജിൻ ചെയ്യുക, ഫ്രണ്ടിൽ കുഞ്ഞു വന്ന് നിൽക്കുന്നു, നമ്മളിതിങ്ങനെ വാരി കൊടുക്കുന്നത് പോലെ 3 പ്രാവശ്യം ഇങ്ങനെ വാരി കൊടുക്കുക, ഇമാജിൻ ചെയ്യുക. എന്നിട്ട് ആ കിണ്ടിയിലിരിക്കുന്ന വെള്ളം എടുക്കുക, കുഞ്ഞിൻ്റെ പാദത്തിൽ നിന്ന സ്ഥലം പാദത്തിൽ ഒരു 3 പ്രാവശ്യം ഒഴിക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, എനിക്ക് ഒരു ജോലി കിട്ടുവാൻ അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്ന് പ്രാർത്ഥിക്കുക. ഇനി ഈ കുഞ്ഞെന്ന് പറയുന്നത് സൂര്യനാണ്, ബാലസൂര്യന് വേണ്ടിയാണ് നമ്മൾ ഈ പൊങ്കാലയുടെ. പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച എന്ന പൊങ്കാല ബാലസൂര്യന് വേണ്ടിയാണ്. അത്രയും പവർഫുള്ളാണ്. കാരണം ഒത്തിരി ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. ഒത്തിരി ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കി അറിയാൻ പറ്റും. ഈ പൊങ്കാല ശരിക്കും നമുക്ക് അതിന് എത്രത്തോളം അർപ്പണ മനോഭാവത്തോട് കൂടി ഇടുവോ അത്രയും റിസൾട്ടാണ് ആ പൊങ്കാലയ്ക്ക് വരുന്നത്. അത്രയും പവർഫുള്ളാണ് പൊങ്കാല. അപ്പോൾ നിങ്ങളങ്ങ് ചെയ്യുക. ഇത് നമ്മൾ ബാലസൂര്യന് വേണ്ടിയാണ് പൊങ്കാല ഇടുന്നത്. അതുകൊണ്ടാണ് സൂര്യൻ ഉദിക്കുമ്പോൾ തീർക്കണം. ബ്രഹ്മമുഹൂർത്തത്തിൽ ഇടേണ്ട പൊങ്കാലയാണിത്. നമ്മളിത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്നിരിക്കുന്ന ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്, നമുക്കൊരു ജോലിയാണ് ആവശ്യമെങ്കിൽ എനിക്കൊരു ജോലി കിട്ടുവാൻ അങ്ങനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക. എന്തെങ്കിലും അസുഖമാണെന്ന് വെച്ചോളും, അസുഖം എന്നുള്ള വാക്കുപോലെ നെഗറ്റീവാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എനിക്ക് നല്ല ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക. മനസ്സിലാകുന്നുണ്ടല്ലോ. എനിക്കൊരു വീട് വയ്ക്കുവാൻ അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക. വീട് വയ്ക്കണമെങ്കിൽ എൻ്റെ കുട്ടികളുടെ വിവാഹം നടക്കുവാൻ അങ്ങ് സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ. വിവാഹം നടക്കുവാനൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. എനിക്ക് എൻ്റെ കുട്ടികളുടെ വിവാഹം നടക്കുവാൻ അങ്ങ് സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക. ഇത് ഏത് കാര്യം താങ്ക്സോട് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഈ പൊങ്കാലയിടുമ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊങ്കാല കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി എല്ലാവർക്കും കഴിക്കാം. അത് കഴിഞ്ഞ് പൊങ്കാല ഇട്ടിട്ട് ചെന്ന് കിടന്ന് ഉറങ്ങരുത്. 5:30 പൊങ്കാല തീർക്കും. ഈ നേരം എടുത്തില്ലല്ലോ, കുറച്ചുകൂടി കിടക്കാമെന്ന് പറഞ്ഞിട്ട് ചെന്ന് കിടന്നേക്കല്ലേ, അത് പാടില്ല. നമ്മൾ ഉണർന്നിരിക്കണം. സന്ധ്യ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ അന്നത്തെ ദിവസം ഉറങ്ങാൻ പാടുള്ളൂ. ഇതെപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ ചെന്ന് പൊങ്കാല 4 മണിക്ക് തീർന്നാൽ 5 മണിക്ക് തീർന്നു, ഈ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് ചെന്ന് കിടക്കണ്ട. അന്ന് നമ്മൾ സന്ധ്യ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. റിസൾട്ടിന് അത്രത്തോളം പവറാണ്. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 100% റിസൾട്ട് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചെയ്തോളും. ഡ്രീം ക്യാച്ചറിനെ കുറിച്ചാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞത്. ഡ്രീം ക്യാച്ചർ എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ടിനകത്ത് കുറേ തൂവലുകൾ തൂക്കിയിട്ടേക്കുന്ന സാധനം എല്ലായിടത്തും സുലഭമായിട്ട് എല്ലാ സ്ഥലങ്ങളും തൂക്കിയിട്ടേക്കുന്നതാണ് അല്ലേ ആ ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്നത്. നെഗറ്റീവായിട്ടുള്ള ദുർസ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ ഈ ഒരു ഡ്രീം ക്യാച്ചർ വാങ്ങിച്ചിട്ട് നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ നമ്മൾ പുറത്തോട്ടുള്ള ജനലിൻ്റെ വാതിൽക്ക് തൂക്കിയിട്ട് കഴിഞ്ഞാൽ ദുർസ്വപ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ കട്ടിലിൽ നമ്മൾ കിടക്കുന്ന കട്ടിലിൽ നമ്മുടെ തല വരുന്ന ഭാഗത്ത് ഈ ഡ്രീം ക്യാച്ചർ കെട്ടിയിട്ടോളും. നല്ല
നെഗറ്റീവായിട്ടുള്ള ഡ്രീംസ് എല്ലാം മാറിക്കൊണ്ട് നമുക്ക് ഗുണകരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഡ്രീം ക്യാച്ചർ എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്നൊരു സാധനമാണ്, ഒരു അട്രാക്ഷൻ കിട്ടുന്നൊരു സാധനമാണ്. ഇതിനകത്തൊരു ഫിൽറ്ററിങ് ഒക്കെ ഉണ്ട്. നെഗറ്റീവ് സ്വപ്നങ്ങളെല്ലാം അതുവഴി ഫിൽറ്റർ ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഡ്രീം ക്യാച്ചർ കിട്ടുമെങ്കിൽ എല്ലാവരും കിട്ടുമെങ്കിൽ ഡ്രീം ക്യാച്ചർ വാങ്ങിച്ച് നിങ്ങളുടെ ബെഡ്റൂമിൽ ജനലിലോ അല്ലെങ്കിൽ ബെഡിലോ കെട്ടി തൂക്കിയിട്ടൊക്കെ, ആ ബെഡ്റൂമിലാണ് ഡ്രീം ക്യാച്ചറിന് ആവശ്യം വരുന്നത്. അല്ല പുറത്ത്, വീടിന് പുറത്തോ കടയ്ക്ക് പുറത്തോ ഒന്നും അല്ല ഡ്രീം ക്യാച്ചർ ഇടേണ്ടത്, വണ്ടിക്ക് പുറത്തോ ഒന്നുമല്ല. നമ്മൾ ഡ്രീം ക്യാച്ചർ ഇടുന്നത് നമ്മുടെ ബെഡ്റൂമിലാണ് ഏറ്റവും നല്ലത്. ബെഡ്റൂമിൽ കാട്ടിൻ്റെ തലയെ വരുന്ന ഭാഗത്ത് തൂക്കിയിടുക, അല്ലെങ്കിൽ പുറത്തോട്ടുള്ള ജനലിൽ തൂക്കിയിടുക. ഡ്രീം ക്യാച്ചർ വാങ്ങിച്ച് പറ്റുമെങ്കിൽ ഇട്ടോളും. വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് നേടിത്തരുവാൻ വേണ്ടി ഡ്രീം ക്യാച്ചറിന് കഴിയും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ. പിന്നെ നമ്മുടെ സൂര്യദേവന്മാരുടെ കുബേരാശ്രമത്തിൽ വെച്ച് നമുക്ക് ജന്മനക്ഷത്ര പൂജ നടക്കുന്നുണ്ട്. ജന്മനക്ഷത്ര പൂജ എന്ന് പറയുമ്പോൾ വർഷത്തിലൊരു ജന്മനാൾ വരുമ്പോൾ ഒരു പൂജ നടത്തണം. ആ പൂജ വളരെ പവർഫുള്ളാണ്. അടുത്ത വർഷം വരെ നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, അത്രയും പവർഫുള്ളാണ്. പിന്നെ ജന്മനക്ഷത്ര പൂജ പറ്റുമെങ്കിൽ നടത്തുക. പിന്നെ നമ്മൾ വിഷ്ണുമായുടെ ക്ഷേത്രപ്പണി തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഗ്രഹം നമ്മൾ ഇവിടെ ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് ചെയ്യുന്നത്. വിഗ്രഹവും ഏകദേശം പൂർത്തിയാവാറായിട്ടുണ്ട്. വളരെ നല്ലൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എല്ലാവരും അതിന് സഹകരിക്കാം. എല്ലാ ശനിയാഴ്ച നടക്കുന്ന കുബേരപൂജയിൽ പങ്കെടുക്കുക. കുബേരപൂജ നിങ്ങൾക്ക് നേരിട്ട് നടത്താൻ പറ്റുന്ന കുബേരപൂജയാണ്. കുബേരപൂജയിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ സകലമാന പ്രശ്നങ്ങളും മാറ്റിയെടുക്കും. ഏതായിരുന്നാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.